ഹലോ ഗായ്സ്, അപ്പൊ വെൽക്കം ബാക്ക്. ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ സുട്ടുമണി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. സുട്ടുമണി അമ്മുമ്മയായിട്ട് കളിച്ചോണ്ടിരിക്കുവാണ്. മുത്തിയമ്മ. അപ്പൊ മുത്തിയമ്മയായിട്ട് കളിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുട്ടുമണി വന്നിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച ഒരു ആഗ്രഹമാണ് ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ മറക്കാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയുടെ മെയിൻ ആള് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുള്ളിക്കാരനുണ്ടെങ്കിലേ ഈ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ആകുള്ളൂ. അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ ഗായ്സ് ഇതാണ് ബിനോയ് എന്ന് പറയുന്നത്. ബിനോയ് ഒരു ഫ്രീലാൻസ് ടാറ്റു ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് നമ്മുടെ വീഡിയോ എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാനും അമ്മൂസ് ബിനോയുടെ സാമഗ്രികളായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ സംഭവം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുട്ടുപണി വരും എന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. നമ്മൾ ടാറ്റു ആക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ സുട്ടുമണിയുടെ പേരും കൂടി വയ്ക്കുന്നുണ്ട് അല്ലെ മൂസേ? അപ്പൊ എന്താണ് പേര് വയ്ക്കുന്നതിനുള്ള ഐഡിയ എന്താണ്? പേര് വെക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് ഗസ് ചെയ്യാനായിട്ട് തരാം. അതെ, അപ്പൊ പേരെന്താന്നുള്ള പേര് ഞങ്ങൾ കാണിക്കത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക. ഗസ് ചെയ്യണവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നവർക്ക് സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പൊ ബിനോയ് തുടങ്ങിയേക്കാം. അപ്പൊ ബിനോയുടെ കലാവിരുദ്ധം കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ബിനോയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തേക്കാം. അപ്പൊ കോൺടാക്ട് ചെയ്യുന്നവർക്ക് കോൺടാക്ട് ചെയ്യാം. പുള്ളിക്കാരൻ വീട്ടിൽ വന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ബൊഹമ്മയാണ് പുള്ളിക്കാരന്റെ സ്ഥലം വന്നിട്ടുള്ളത്. അപ്പോ അവിടെ ചെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോ നമ്മുടെ സുട്ടുമണിയുടെ ഹാൻഡിന്റെ ചായ കാച്ചാൻ പോവാണ് അല്ലേ? എന്താണ് അതിന്റെ ഉദ്ദേശം? അത് തരുന്നില്ല കൈ. ചുട്ടു പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ സുട്ടുമണിയുടെ ഹാൻഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെ, എല്ലാവരുടെയും കഷ്ടപ്പാടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങനെ അത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ പുള്ളിക്കാരന്. അപ്പോ നമ്മുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. പോലെ പേര് തോന്നുന്നുണ്ടോ? പേടിയൊന്നുമില്ല. ശരി എന്നാ. ഇനിയാണ് നമ്മുടെ മെയിൻ സംഗതി വരാൻ പോകുന്നത്. നമ്മുടെ അമ്മുക്കുട്ടിയുടെ ലിപ്പ് നമ്മൾ അങ്ങോട്ടേക്ക് എടുക്കുവാണ് കേട്ടോ. അപ്പോ എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതും ഇപ്പൊ പുതുതായിട്ട് വന്നതുമായിട്ടുള്ള ആളുകളാണ് കേട്ടോ എന്റെ ഈ ചെസ്റ്റിൽ ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. എല്ലാം തീർന്നുണ്ട്. അപ്പൊ ഗായ്സ് നമ്മുടെ വർക്ക് എങ്ങനെയുണ്ട്? നമ്മുടെ വർക്കല്ല ഇത് ബിനോയുടെ വർക്കാണ് കേട്ടോ. ഇവിടെ ആളെവിടെ നിൽക്കുന്നു നമ്മുടെ ആള്. അപ്പൊ ആളുടെ കലാവിരുദ്ധാണ് കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ ആയിട്ടുണ്ടല്ലേ നമുക്ക്? അതേപോലെ തന്നെ ആയിട്ടുണ്ടോ? അപ്പൊ ഒത്തിരി താങ്ക്സ് മാൻ. അപ്പൊ ആളുടെ പേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും പുള്ളി ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് കൂടുതലും ചെയ്യുന്നത്. അപ്പോ വീട്ടിൽ വന്ന് ചെയ്തു തരും അല്ലെ? തീർച്ചയായിട്ടും നമ്മളെ പേര് പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് തരും കേട്ടോ. അങ്ങനെ നമ്മളെ ടാറ്റു വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബിനോയും ടീമൊക്കെ പോയി കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു നമുക്ക്? അടിപൊളിയായിരുന്നു. എന്റെ കൈ കണ്ടോ? നോ എക്സ്ക്യൂസ് ഗൈസ്, നോ എക്സ്ക്യൂസ്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇത് അല്ലേ? അപ്പോ മെയിൻ ആയിട്ട് ഇതാണ്. അപ്പോ നമ്മുടെ ചെസ്റ്റിലടിച്ചേക്കുന്ന സംഭവങ്ങൾ കണ്ടല്ലോ. അപ്പൊ നമ്മുടെ സുട്ടുമണിയുടെ പേരാണ് കേട്ടോ എഴുതിയേക്കണം. അപ്പൊ
ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഗസ് ചെയ്തോളൂ. കറക്റ്റായിട്ട് ആൻസർ പറയണവർക്ക് എന്താണ് മൂസ കറക്റ്റായിട്ട് ആൻസർ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഗിഫ്റ്റ് തരുന്നതായിരിക്കും. അപ്പോൾ നല്ല ഗിഫ്റ്റുകളുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ പേരെന്താന്ന് ഒന്ന് ഗസ് ചെയ്തിട്ട് കമന്റ് അടിച്ചോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, നമ്മൾ പോയേക്കാണ്. ടാറ്റാ.